ശ്ലീഹ. ഗലീലിയയിലെ മീൻപിടുത്തക്കാരിൽ നിന്ന് അപ്പസ്തോല സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട ധീരപുരുഷനാണ് ദീദിമോസ് എന്ന തോമസ്. പുനരുത്ഥാനത്തിൽ സംശയിച്ച ശ്ലീഹ അവിടുത്തെ കണ്ട ശേഷം എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞ് തന്റെ വിശ്വാസം പ്രഘോഷിച്ചു. And thrust it into my side. Be not faithless, but believing. My Lord and my God. പെന്തക്കുസ്തായ്ക്ക് ശേഷം മെദിയ, എത്യോപ്യ, പേർഷ്യ എന്നിവിടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച ശേഷം അദ്ദേഹം ഭാരതത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ AD 52 തോമാ ശ്ലീഹ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാല്യങ്കര എന്ന പ്രദേശത്ത് വന്നിറങ്ങി. AD 1-ാം നൂറ്റാണ്ടിൽ കേരളക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം ചേരരുടെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂരായിരുന്നു. ഏതാനും മാസം അവിടെ സുവിശേഷ പ്രഘോഷണം നടത്തി. അതിനുശേഷം അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു. മാർ തോമാ ശ്ലീഹ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുതങ്ങളെപ്പറ്റിയും സ്ഥാപിച്ചിട്ടുള്ള സഭാ സമൂഹങ്ങളെപ്പറ്റിയും ഒട്ടനേകം പാരമ്പര്യങ്ങൾ നിലവിലുണ്ട്. മാർ തോമാ ശ്ലീഹ കപ്പലിറങ്ങിയ തുറമുഖവും സ്ഥാപിച്ച പള്ളികളും പ്രാർത്ഥിച്ച മലയും ഇന്നും സമ്പൂജ്യമായി കരുതപ്പെടുന്നു. തോമാ ശ്ലീഹ 7 പള്ളികൾ സ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ, തൃശൂർ ജില്ലയിലെ പാലയൂർ, എറണാകുളം ജില്ലയിലെ പറവൂർ, ആലപ്പുഴ ജില്ലയിലെ കോക്കമംഗലം, പത്തനംതിട്ട ജില്ലയിലെ നിരണം, നിലയ്ക്കൽ, കൊല്ലം എന്നീ പള്ളികളും അദ്ദേഹം സ്ഥാപിച്ചു. കദളിക്കാവ്, ശങ്കരപുരി, പകലോമറ്റം എന്നീ പ്രശസ്ത ബ്രാഹ്മണ കുടുംബങ്ങളെ അദ്ദേഹം മാമോദീസ മുക്കി. പള്ളികളുടെ സ്ഥാപനത്തിന് ശേഷം തോമാ ശ്ലീഹ മലയാറ്റൂരെത്തി. അവിടെയും സുവിശേഷ പ്രഘോഷണം നടത്തി. ഒരിക്കൽ തോമാ ശ്ലീഹ മലയാറ്റൂർ മലയുടെ മുകളിലുള്ള പാറപ്പുറത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം പാറപ്പുറത്ത് കൈകൊണ്ട് കുരിശടയാളം വരച്ചു. പിന്നീട് ആ സ്ഥലത്ത് തോമാ ശ്ലീഹായുടെ കാൽപാദം പതിഞ്ഞെന്നും സ്വർണ്ണക്കുരിശ് മുളച്ചുവെന്നും പറയപ്പെടുന്നു. ഇന്ന് ഈ സ്ഥലം അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. കേരളത്തിൽ ദീർഘമായ പ്രവർത്തനം പൂർത്തിയാക്കി തോമാ ശ്ലീഹ തമിഴ്നാട്ടിലെത്തി. അവിടെയും അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചു. ഏതാനും നാളുകൾ മൈലാപ്പൂരിൽ അദ്ദേഹം താമസിച്ചു. ബ്രാഹ്മണരായ ഒത്തിരിയേറെ ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മൈലാപ്പൂരിലെ ചിന്നമലയിൽ അദ്ദേഹം ഒരു കൽക്കുരിശ് സ്ഥാപിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് പ്രായാധിക്യവും ക്ഷീണവും അദ്ദേഹത്തെ തളർത്തി. ഒരിക്കൽ അവിടെ പ്രാർത്ഥിക്കുന്ന സമയം ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തെ പുറകിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി. AD 72 ജൂലൈ 3 തോമാ ശ്ലീഹായുടെ മരണവാർത്ത ഞെട്ടലോടെ
നാട് കേട്ടു. ഭക്തജനങ്ങൾ ഓടിക്കൂടി. തോമാശ്ലീഹായുടെ പൂജ്യ ശരീരം മൈലാപ്പൂർ കടൽ തീരത്തിന് സമീപം ഒരു ചെറിയ പള്ളിയിൽ പൂജ്യമായി സംസ്കരിച്ചു. നാലാം നൂറ്റാണ്ടിൽ വിശുദ്ധ തോമാശ്ലീഹായുടെ തിരുശേഷിപ്പ് മൈലാപ്പൂരിൽ നിന്ന് എദേസായിലേക്ക് കൊണ്ടുപോയെന്നും പിന്നീട് ഇറ്റലിയിലെ ഓർട്ടോണ എന്ന സ്ഥലത്തേക്ക് മാറ്റിയെന്നും വിശ്വസിച്ചു പോരുന്നു. മാർ തോമാശ്ലീഹായുടെ ചരമദിനമായ ജൂലൈ 3-ാം തീയതി ഭാരതീയ ക്രിസ്ത്യാനികൾ ആദ്യ നൂറ്റാണ്ട് മുതൽ തന്നെ വലിയൊരു തിരുനാളായി ആചരിച്ചു പോരുന്നു. ദുഃഖറാന എന്ന പേരിലാണ് ഈ തിരുനാൾ അറിയപ്പെട്ടു പോരുന്നത്. ലോകത്തിൽ മറ്റൊരിടത്തും ഈ തിരുനാൾ ഇപ്രകാരം ആഘോഷിക്കുന്നില്ല. നമ്മുടെ പിതാവായ മാർ തോമാശ്ലീഹായുടെ വിശ്വാസ തീക്ഷ്ണത നമുക്കും അനുകരിക്കാം. നമ്മുടെ കർത്താവും ദൈവവുമായി ഈശോയെ നമുക്കും ഏറ്റുപറയാം. മാർ തോമാശ്ലീഹായിലൂടെ സത്യവിശ്വാസം സ്വീകരിക്കാൻ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഭാഗ്യം ലഭിച്ച നമുക്ക് ശ്ലീഹ സ്വന്തം രക്തം വഴി സ്ഥാപിച്ചു വളർത്തിയ സഭയോട് സ്നേഹവും താൽപര്യവുമുള്ളവരായി വളരാം. ഭാരത അപ്പസ്തോലനും നമ്മുടെ പിതാവുമാണ് വിശുദ്ധ തോമാശ്ലീഹ. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാനിൽ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാനി തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു,